വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +2 മാക്രോ എക്കണോമിക്സിന്റെ രണ്ടാമത്തെ അധ്യായമായ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്, ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഈ പാർട്ട് 2-ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു ടോപ്പിക്കാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം എന്നാണ് ഇതിന്റെ മലയാളം. എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം? സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളിൽ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെയും പരസ്പര ആശ്രയത്വത്തിന്റെയും ചിത്രരൂപമാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം. സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെയും പരസ്പര ആശ്രയത്വത്തിന്റെയും ചിത്രരൂപമാണ് അല്ലെങ്കിൽ ചിത്രരൂപത്തിലുള്ള അവതരണമാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ മാക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ അധ്യായമായ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളെ കുറിച്ച് നമ്മൾ കൈകാര്യം ചെയ്തിരുന്നു. സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി എന്ന് പറഞ്ഞിട്ട് കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ച ഒരു സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനമായിട്ടും 4 മേഖലകളാണ് ഉണ്ടായിരിക്കുക. 1 ഫേം സെക്ടർ, സ്ഥാപന മേഖല. 2 ഹൗസ് ഹോൾഡ് സെക്ടർ, ഗാർഹിക മേഖല. 3 ഗവൺമെന്റ് സെക്ടർ, ഗവൺമെന്റ് മേഖല. 4 എക്സ്റ്റേണൽ സെക്ടർ, ബാഹ്യ മേഖല. ഈ 4 മേഖലയെ കുറിച്ചും നമ്മൾ ഈ മാക്രോ എക്കണോമിക്സിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ 4 മേഖലകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ഫേം സെക്ടർ, ഹൗസ് ഹോൾഡ് സെക്ടർ, ഗവൺമെന്റ് സെക്ടർ, എക്സ്റ്റേണൽ സെക്ടർ, സ്ഥാപന മേഖല, ഗാർഹിക മേഖല, ഗവൺമെന്റ് മേഖല, ബാഹ്യ മേഖല. ഈ 4 മേഖലകളും പരസ്പരം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഈ 4 മേഖലയും പരസ്പരം എങ്ങനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നതിന്റെ പിക്ചർ പ്രസന്റേഷൻ ആണ്, ചിത്രരൂപത്തിലുള്ള അവതരണമാണ് എന്ത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം. ഈ ഫേം സെക്ടറും ഹൗസ് ഹോൾഡ് സെക്ടറും ഗവൺമെന്റ് സെക്ടറും എക്സ്റ്റേണൽ സെക്ടറും സ്ഥാപന മേഖലയും ഗാർഹിക മേഖലയും ഗവൺമെന്റ് മേഖലയും ബാഹ്യ മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നതിന്റെയും ചിത്രരൂപത്തിലുള്ള ഒരു അവതരണമാണ് വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കോണമി, ലളിതമായ സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം. ലളിതമായ സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കോണമി. ഇവിടെ ലളിതമായ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സിമ്പിൾ എക്കോണമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമ്പദ് വ്യവസ്ഥയിൽ 2 മേഖലകളുള്ളൂ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ലളിതമായ സമ്പദ് വ്യവസ്ഥ, സിമ്പിൾ എക്കോണമിയിൽ നമുക്ക് അടഞ്ഞ സമ്പദ് വ്യവസ്ഥ, ക്ലോസ്ഡ് എക്കോണമി എന്നും വിളിക്കാം. അപ്പോൾ ലളിതമായ സമ്പദ് വ്യവസ്ഥയിൽ, സിമ്പിൾ എക്കോണമിയിൽ 2 മേഖലകളെ ഉണ്ടായിരിക്കുള്ളൂ. ആദ്യത്തെ 2 മേഖല ഏതൊക്കെയാണത്? ഫേം സെക്ടറും ഹൗസ് ഹോൾഡ് സെക്ടറും, സ്ഥാപന മേഖലയും ഗാർഹിക മേഖലയും. ഇങ്ങനെ ഈ സ്ഥാപന മേഖലയും ഗാർഹിക മേഖലയും ഫേം സെക്ടറും ഈ ഒരു ഹൗസ് ഹോൾഡ് സെക്ടറും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിന്റെ ഒരു കാര്യമാണ് ഈ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കോണമി, വരുമാനത്തിന്റെ ലളിതമായ സമ്പദ് വ്യവസ്ഥയിൽ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഹൗസ് ഹോൾഡ് സെക്ടറും ഫേം സെക്ടറും ഗാർഹിക മേഖലയും സ്ഥാപന മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട്. അതിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെ ആദ്യം നിങ്ങൾക്ക് ഹൗസ് ഹോൾഡ് സെക്ടർ കാണുന്നുണ്ടാവും, അതിനുശേഷം നിങ്ങൾക്ക് ഫേം സെക്ടറും കാണുന്നുണ്ടാവും, ഗാർഹിക മേഖലയും സ്ഥാപന മേഖലയും. ഈ ഹൗസ് ഹോൾഡ് സെക്ടറിനെയും ഫേം സെക്ടറിനെയും സർക്കുലേറ്റ് ചെയ്യുന്നത് 2 ലൈനും കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഹൗസ് ഹോൾഡ് സെക്ടറിന്റെ ഫേം സെക്ടറിന്റെ മുകളിൽ 2 വരെയും താഴെ 2 വരെയും ലൈനും കാണുന്നുണ്ടാവും.
അപ്പൊ മുകളിലെ ആദ്യത്തെ ലൈന് എവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്ന് ഫേം സെക്ടറിലേക്കാണ് ആദ്യത്തെ ഒരു ലൈന് പോകുന്നത്. മുകളിലെ ആദ്യത്തെ ലൈൻ പോകുന്നത്. മുകളിലെ ആദ്യത്തെ ലൈനിൽ കൊടുത്തിട്ടുണ്ട്, എന്താണ് കൊടുത്തിട്ടുള്ളത്? ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ, ഭൂമി തൊഴിലാളി മൂലധനം സംഘാടനം. ഇവയെ നമ്മൾ ഉൽപാദന ഘടകങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുക. ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഉൽപാദന ഘടകങ്ങൾ. അത് ഏതൊക്കെയാണ്? ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ, ഭൂമി തൊഴിലാളി മൂലധനം സംഘാടനം. ഒരു ഹൗസ് ഹോൾഡ് സെക്ടർ, ഒരു ഗാർഹിക മേഖല, സ്ഥാപന മേഖലയ്ക്ക് ഫേം സെക്ടറിന് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ, ഭൂമി തൊഴിലാളി മൂലധനം സംഘാടനം എന്നിവ നൽകുന്നു. ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉൽപാദന ഘടകങ്ങൾ ഒരു ഗാർഹിക മേഖല, സ്ഥാപന മേഖലയ്ക്ക് കൈമാറുന്നു. അതാണ് മുകളിലെ ആദ്യത്തെ ലൈന് സൂചിപ്പിച്ചിരുന്നത്. ആ ലൈന് പോകുന്നത് ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നും ഫേം സെക്ടറിലേക്കാണ്. തൊട്ട് താഴെ നിങ്ങൾക്ക് മറ്റൊരു വരയും കൂടി കാണുന്നുണ്ടാവും. അത് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നത്? ഫേം സെക്ടറിൽ നിന്ന് ഹൗസ് ഹോൾഡ് സെക്ടറിലേക്കാണ് പോകുന്നത്. സ്ഥാപന മേഖലയിൽ നിന്നും ഗാർഹിക മേഖലയിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ ലൈനിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? വേജ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഫേം സെക്ടറിൽ നിന്നും ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് പോകുന്നു. ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഹൗസ് ഹോൾഡ് സെക്ടർ ഫേം സെക്ടറിന് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ, ഭൂമി തൊഴിലാളി മൂലധനം സംഘാടനം എന്നിവ കൊടുക്കുമ്പോൾ തിരിച്ച് ഈ ഫേം സെക്ടർ ഹൗസ് ഹോൾഡ് സെക്ടറിന് സ്ഥാപന മേഖല, ഗാർഹിക മേഖലയ്ക്ക് ഇവയ്ക്ക് പകരമായിട്ട് എന്ത് കൊടുക്കും? ലാൻഡിന് എന്ത് കൊടുക്കും? റെന്റ് കൊടുക്കും. ലേബറിന് എന്ത് കൊടുക്കും? അല്ലെങ്കിൽ ലേബറിന് എംപ്ലോയിക്ക് എന്ത് കൊടുക്കും? വേജ് കൊടുക്കും. ഇൻട്രസ്റ്റിന് എന്ത് കൊടുക്കും? ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കും. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കും. ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊടുക്കും. അപ്പോൾ ഈ ഫേം സെക്ടറും ഹൗസ് ഹോൾഡ് സെക്ടറും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് മുകളിലെ രണ്ട് ലൈനും കാണിക്കുന്നത്. അതുപോലെ താഴെ രണ്ട് ലൈനും കാണിക്കുന്നുണ്ടാവും. താഴത്തെ ആദ്യത്തെ ലൈനിൽ എന്താ കാണിക്കുന്നത്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ആ ലൈൻ എവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? ആ വര ഫേം സെക്ടറിൽ നിന്നും ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക്, സ്ഥാപന മേഖലയിൽ നിന്നും ഗാർഹിക മേഖലയിലേക്കാണ് ആ വര പോകുന്നത്. അപ്പൊ ഒരു ഫേം സെക്ടർ ഹൗസ് ഹോൾഡ് സെക്ടറിന്, ഒരു സ്ഥാപന മേഖല ഗാർഹിക മേഖലയ്ക്ക് എന്താ കൊടുക്കുന്നത്? സാധനങ്ങളും സേവനങ്ങളും കൊടുക്കുന്നു. സ്ഥാപന മേഖല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഉൽപാദകരാണ്. ഗാർഹിക മേഖലയിൽ കുടുംബമാണ് ഉദ്ദേശിക്കുന്നത്, ഉപഭോക്താക്കളാണ് ഉള്ളത്. അപ്പൊ ഒരു സ്ഥാപന മേഖല ഗാർഹിക മേഖലയ്ക്ക് സാധനങ്ങളും സേവനങ്ങളും പ്രദാനം ചെയ്യുന്നു, സാധനങ്ങളും സേവനങ്ങളും കൊടുക്കുന്നു. ഇങ്ങനെ സ്ഥാപന മേഖല ഗാർഹിക മേഖലയ്ക്ക് സാധനങ്ങളും സേവനങ്ങളും കൊടുക്കുന്നതാണ് ഒന്നാമത്തെ വര സൂചിപ്പിക്കുന്നത്. താഴെയുള്ള ഒന്നാമത്തെ വര സൂചിപ്പിക്കുന്നത്. അതിന്റെ താഴെയുള്ള രണ്ടാമത്തെ വര എന്താ സൂചിപ്പിക്കുന്നത്? അത് എവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നും ഫേം സെക്ടറിലേക്ക്, ഗാർഹിക മേഖലയിൽ നിന്നും സ്ഥാപന മേഖലയ്ക്ക്. അവിടെ എന്താണ്? സപ്ലൈ ഓഫ് മണി ടു ഫേം സെക്ടർ. ഫേം സെക്ടറിന് പണം പ്രദാനം ചെയ്യുന്നു, പണം സപ്ലൈ ചെയ്യുന്നു, പണം കൊടുക്കുന്നു ഗാർഹിക മേഖല. ഫേം സെക്ടർ ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് സാധനങ്ങളും സേവനങ്ങളും കൊടുക്കുമ്പോൾ, ഒരു സ്ഥാപന മേഖല ഗാർഹിക മേഖലയ്ക്ക് സാധനങ്ങളും സേവനങ്ങളും നൽകുമ്പോൾ, സപ്ലൈ ചെയ്യുമ്പോൾ, അതിന് പകരമായിട്ട് ഗാർഹിക മേഖല സ്ഥാപന മേഖലയ്ക്ക് ഹൗസ് ഹോൾഡ് സെക്ടർ ഫേം സെക്ടറിന് ഈ സാധനങ്ങൾക്ക് സേവനങ്ങൾക്കുള്ള പണം പ്രദാനം ചെയ്യുന്നു, പണം കൊടുക്കുന്നു, പണം സപ്ലൈ ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ ലൈൻ കാണിക്കുന്നത്. താഴത്തെ രണ്ടാമത്തെ ലൈൻ കാണിക്കുന്നത്. അപ്പോ ഈ ഒരു പിക്ചർ പ്രസന്റേഷൻ, ഈ ഒരു ചിത്ര അവതരണം, ഈ ഒരു വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം നമ്മളെ കാണിക്കുന്നത്, സൂചിപ്പിക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ഈ ഹൗസ് ഹോൾഡ് സെക്ടറും ഫേം സെക്ടറും ഗാർഹിക മേഖലയും സ്ഥാപന മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് നമ്മളെ ഈ ഒരു ചിത്രരൂപം, ഈ ഒരു പിക്ചർ പ്രസന്റേഷൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അതാണ് വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം ലളിതമായ സമ്പദ് വ്യവസ്ഥയിൽ, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം എന്ന് പറയുന്നത് എന്താ? സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെയും പരസ്പര ആശ്രയത്വത്തിന്റെയും ചിത്രരൂപമാണ് വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം. അതിനുശേഷം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മറ്റൊരു പോയിന്റ് ആണ് മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കൽ. ദേശീയ വരുമാനം കണക്കാക്കാൻ പ്രധാനമായിട്ടും 3 രീതികളാണുള്ളത്.
ഒന്ന് പ്രൊഡക്റ്റ് മെത്തേഡ്, ഉൽപ്പന്ന രീതി, അല്ലെങ്കിൽ ഇതിനെ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് വിളിക്കും. 2 എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി. 3 ഇൻകം മെത്തേഡ്, വരുമാന രീതി. ഈ 3 മെത്തേഡ് പ്രകാരവും നമുക്ക് നാഷണൽ ഇൻകം അഥവാ GDP നമുക്ക് കണ്ടെത്താം. അപ്പോൾ ദേശീയ വരുമാനം കാണാനുള്ള ഒന്നാമത്തെ ഒരു മെത്തേഡാണ് പ്രൊഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, ഉൽപ്പന്ന രീതി. ഉൽപ്പന്ന രീതി പ്രകാരം നാഷണൽ ഇൻകം കണ്ടെത്തുന്നതിന്, GDP കണ്ടെത്തുന്നതിന് ആ രാജ്യത്തിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും, അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം ആകെ കൂട്ടിയിട്ടാണ് അവിടെ ദേശീയ വരുമാനം കണക്കാക്കുക. അപ്പൊ പ്രൊഡക്റ്റ് മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം, ഉൽപ്പന്ന രീതി പ്രകാരം GDP കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. GDP കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: GDP സിഗ്മ Q മൈനസ് സിഗ്മ Z എന്നാണ് പ്രൊഡക്റ്റ് മെത്തേഡ് പ്രകാരം GDP കാണാനുള്ള ഇക്വേഷൻ. എന്താണ് സിഗ്മ Q എന്ന് പറഞ്ഞാൽ? ടോട്ടൽ ഔട്ട്പുട്ട് വാല്യൂ, മൊത്ത ഉൽപ്പന്ന മൂല്യം എന്നാണ് Q കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Z കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ വാല്യൂ, അന്തരാള ഉപഭോഗ മൂല്യം. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇക്വേഷനിക്ക് നേരെ അപ്ലൈ ചെയ്താൽ നമുക്ക് GDP കിട്ടും. അതിനുശേഷം GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം കാണാനുള്ള രണ്ടാമത്തെ ഒരു മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം GDP കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: GDP C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M എന്നാണ് ഇക്വേഷൻ. C കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ്, ഉപഭോഗ ചെലവാണ്. I കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ആണ്, നിക്ഷേപ ചെലവാണ്. G കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്, ഗവൺമെന്റ് ചെലവാണ്. X കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പോർട്ട് ആണ്, M കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ട് ആണ്. അതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നാഷണൽ ഇൻകം അഥവാ GDP കാണാനുള്ള ഇക്വേഷൻ. ഇനി നാഷണൽ ഇൻകം കാണാനുള്ള മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഇൻകം മെത്തേഡ്, വരുമാന രീതി. ഇൻകം മെത്തേഡ് പ്രകാരം GDP കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്, നാഷണൽ ഇൻകം കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: GDP W പ്ലസ് R പ്ലസ് IN പ്ലസ് P. എന്താണ് W എന്ന് പറഞ്ഞാൽ വേജ് ആണ്, R എന്ന് പറഞ്ഞാൽ റെന്റ് ആണ്, IN എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്, P എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. അപ്പൊ ഈ ഇക്വേഷനിക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ, അതാത് സംഖ്യകൾ അപ്ലൈ ചെയ്താൽ നമുക്ക് GDP കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ, ഈ 3 ഇക്വേഷൻ വെച്ചിട്ട്, ഈ 3 മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് GDP കാണുക, എങ്ങനെയാണ് ദേശീയ വരുമാനം കണ്ടെത്താൻ നമുക്ക് നോക്കാം. അപ്പൊ ഈ 3 മെത്തേഡ് പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ പോവാണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 3 മെത്തേഡ് പ്രകാരവും GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്റ്റ് മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡും ഇൻകം മെത്തേഡ് പ്രകാരം നമ്മളോട് GDP കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു മെത്തേഡ് ആണ് എന്ത്? പ്രൊഡക്റ്റ് മെത്തേഡ്, ഉൽപ്പന്ന രീതി. നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് പ്രകാരം GDP കാണാനുള്ള ഇക്വേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു സിഗ്മ Q മൈനസ് സിഗ്മ Z എന്നാണ് ഇക്വേഷൻ. എന്താണ് Q, എന്താണ് Z? Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്പുട്ട് വാല്യൂ ആണ്, മൊത്ത ഉൽപ്പന്ന മൂല്യം. Z എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ വാല്യൂ, മൊത്ത അന്തരാള ഉപഭോഗ മൂല്യം എന്നാണ് സെറ്റിന്റെ അർത്ഥം, അന്തരാള ഉപഭോഗ മൂല്യം. നമുക്ക് Qയും Zഉം ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. Q എത്രയാണ് തന്നിട്ടുള്ളത്? മൊത്ത ഉൽപ്പന്ന മൂല്യം 1300 ആണ് തന്നിട്ടുള്ളത്. Z എത്രയാണ് തന്നിട്ടുള്ളത്? അന്തരാള ഉപഭോഗ മൂല്യം 400 ആണ് തന്നിട്ടുള്ളത്. അപ്പോ 1300-ന് 400 കുറച്ചാൽ നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡ് പ്രകാരമുള്ള GDP അഥവാ നാഷണൽ ഇൻകം കിട്ടും. എത്രയാണ് കിട്ടുക? 900 കോടിയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് മെത്തേഡ് പ്രകാരം GDP കിട്ടിയത്. ഇനി സെക്കൻഡ് മെത്തേഡ് ആണ് എന്ത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി. എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം എങ്ങനെ GDP കാണുന്ന ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. GDP ഓർ നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M എന്നാണ് ഇക്വേഷൻ. നമുക്കിതൊക്കെ ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. C എത്രയാണ് തന്നിട്ടുള്ളത്? C എന്ന് പറയുന്നത് അന്തിമ ഉപഭോഗ ചെലവാണ്, 500 തന്നിട്ടുണ്ട്. I നമുക്ക് തന്നിട്ടുണ്ട് അന്തിമ നിക്ഷേപ ചെലവ് 200. G തന്നിട്ടുണ്ട് ഗവൺമെന്റിന്റെ അന്തിമ ഉപഭോഗ ചെലവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട് 150 രൂപ. X എന്ന് പറഞ്ഞാൽ എന്താണ്? X എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ആണ്, കയറ്റുമതിയാണ്. എക്സ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട് 100 രൂപ.
മൈനസ് എക്സ് മൈനസ് എം 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 എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പോർട്ടാണ്, ഇറക്കുമതിയാണ്. എത്രയാണ്? 50. അപ്പൊ എത്ര കിട്ടും? 500 പ്ലസ് 200 പ്ലസ് 150. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 850 കിട്ടും പ്ലസ് 50. 850 പ്ലസ് 50 എത്രയാണ്? 900 കോടി. അപ്പൊ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമുക്ക് GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം കിട്ടി 900 കോടി എന്നാണ് കിട്ടിയത്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ഇൻകം മെത്തേഡ്, വരുമാന രീതി. ഇൻകം മെത്തേഡ് പ്രകാരം എങ്ങനെ GDP കാണുക? GDP is equal to W പ്ലസ് R പ്ലസ് IN പ്ലസ് P എന്നാണ് ഇക്വേഷൻ. ഇൻകം മെത്തേഡ് പ്രകാരം GDP കാണാനുള്ള W എന്ന് പറഞ്ഞാൽ വേതനമാണ്, വേജ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. വേജ് തന്നിട്ടുണ്ട് 300 ആണ്. R എന്ന് പറഞ്ഞാൽ റെന്റ് ആണ്, വാടകയാണ്, പാട്ടമാണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 150 ആണ്. IN എന്ന് പറഞ്ഞാൽ പലിശയാണ്, ഇൻട്രസ്റ്റ് ആണ്, 200 ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. P എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്, ലാഭമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ മൊത്ത ലാഭം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ P എന്ന് പറഞ്ഞിട്ട് 250 രൂപ തന്നിട്ടുണ്ട്. അപ്പൊ 300, 150, 200, 250 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 900 എന്ന് കിട്ടും. 900 കോടി. അപ്പോ ഇൻകം മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ് പ്രകാരം നമ്മൾ GDP കണ്ടെത്തി. അപ്പൊ നിങ്ങൾക്ക് ഈ 3 മെത്തേഡും ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. 3 മെത്തേഡ് പ്രകാരം നമ്മൾ GDP കാണാനുള്ള, നാഷണൽ ഇൻകം കാണാനുള്ള 3 മെത്തേഡ് ഉപയോഗിച്ചാലും നമുക്ക് GDP ഒന്നായിരിക്കും കിട്ടുക. പ്രൊഡക്റ്റ് മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡും ഇൻകം മെത്തേഡ് പ്രകാരമുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചപ്പോൾ, GDP കാണാൻ ഉപയോഗിച്ചപ്പോൾ നമുക്ക് 3 മെത്തേഡ് പ്രകാരം GDP എത്ര കിട്ടിയത്? 900 കോടിയാണ് കിട്ടിയത്, 3 മെത്തേഡ് പ്രകാരം. അപ്പൊ ഇങ്ങനെയാണ് നാഷണൽ ഇൻകം കണ്ടെത്തുക, ഇങ്ങനെയാണ് ദേശീയ വരുമാനം നമ്മൾ കണ്ടെത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു സോ മച്ച്.